എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്, ജയിക്കാൻ വേണ്ടി പഠിക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത് മുൻഭാഗത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ ലാസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സിൽ നിന്നും പ്രധാനമായും പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ചാപ്റ്റർ 7 ഡയറക്റ്റിംഗ്. ഈ ചാപ്റ്ററിൽ നിന്ന് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഈ 4 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നും പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 8 കൺട്രോളിംഗ്. ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് കൺട്രോൾ. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. പിന്നെ പഠിക്കേണ്ടത് ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. പ്രധാനപ്പെട്ട ടെക്നിക്സുകളും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 9 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് 13 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. ഇതിൽ ഒന്നാമത്തെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിൻ്റെയും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയും ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ ഡിവിഡൻഡ് ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അതൊരു ചെറിയ മാർക്കിനായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും പഠിക്കേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ 10 മാർക്കറ്റിംഗ്. ഈ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് മാർക്ക് വരുന്ന ഒരു ചാപ്റ്റർ. 17 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ്. ഇതിൻ്റെ മീനിങ് പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ബ്രാൻഡിങ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, പാക്കേജിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്തരം 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഇത്. ലാസ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കൺസ്യൂമർ റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും രണ്ടാമത്തെ റിഡ്രസൽ മെക്കാനിസം അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും പഠിക്കേണ്ടത്.